ഗെയ്സ് ഞങ്ങളെല്ലാവരും കൂടെ അല്ലേ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂളിമാട് വന്നതാണേ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ എപ്പോഴും വരുന്ന സ്ഥലമാണ്. എൻ്റെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കൂളിമാട് വരുന്നതാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളത് ഞാൻ എന്താണ് അറിയുന്നത് ഗെയ്സ്. ഇത് എടുക്കുന്നുണ്ട്. അത് രസമുണ്ട്. എനിക്ക് കോസ്റ്റ്യൂം രസമുണ്ട്. ആ ബ്ലാക്കിലേക്ക് രസമുണ്ട്. അയ്യോ കയ്യിലൊരു ഏറ്റവും ഉണ്ട് എന്നാ പ്രതി പോട്ടെ. ഇനിയിപ്പോ ഒരു മിനിറ്റ്. അല്ല എനിക്ക് ജാക്കറ്റില്ല. ഞാനപ്പോ വെറുതെ ഒന്ന് പാലത്തിന്റെ താഴോട്ട് വന്നിരുന്നു. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്. അതായത് ഇവിടെ ചെറിയൊരു ബോട്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ എന്താ ഇത് പുഴ ഇരവഞ്ഞിപ്പുഴയിൽ കൂടെ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു വരുന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. കൊള്ളാം. ഞാനില്ല അങ്ങനെയൊന്നും ബോട്ടിൽ കയറിയിട്ടൊന്നുമില്ല. അപ്പം എനിക്ക് ഇങ്ങനത്തെ സംഗതികളൊക്കെ എനിക്ക് ഭയങ്കര അടിപൊളിയാണ്. അതെ, നമുക്ക് തിരിഞ്ഞിരുന്നാലും നമ്മള് മണ്ടന്മാരാണ്. ഓപ്പോസിറ്റ് ആയിരിക്കും. അടുത്ത ആഴ്ച ദിവസം പറയുമ്പോ നമ്മൾ കയാക്കിങ്ങിന് പോവാം. രാവിലെ നേരത്തെ പോവാം. അതെ ഗെയ്സ്, നിങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലായോ? നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിൻ്റെയും മാവൂരിൻ്റെയും പിന്നെ എടവണ്ണപ്പാറ അതിൻ്റെയൊക്കെ ഒരു നടുവിലായിട്ട് വരുന്നൊരു സ്ഥലമാണ് കൂളിമാട് എന്ന് പറയുന്നത്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ മലപ്പുറവും ഈ പാലത്തിൻ്റെ ഇപ്പുറം കോഴിക്കോടുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് കൂളിമാട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് മുന്നേ പോയിട്ട് പോയത് എപ്പോഴാണെന്ന് അറിയോ? നമ്മൾ ഇവിടെ അല്ലേ പറയട്ടെ, നമ്മൾ ഇവിടെ കാശ്മീരില്ലേ ഒരു ബോട്ടിൽ ഇങ്ങനെ പോകുന്നത്, മറ്റേ മുജാഹേ ജന്നത്ത് ഹേ മേരി ആ പാട്ടിലൊക്കെ ഉള്ള ആ കാശ്മീരിൽ പോകുന്ന ആ ഒരു ബോട്ടില്ലേ, അതിൽ കയറിയാണ്. അല്ലാതെ പിന്നെ മറ്റേ ഈ വണ്ടിയൊക്കെ മറ്റേ ഇവിടെ ഗോവയിൽ പോയപ്പോൾ മറ്റേ ഈ വണ്ടി നമ്മൾ ഓടിക്കുന്ന വണ്ടി കയറ്റിയിട്ട് പോകുന്ന ബോട്ടില്ലേ, വണ്ടികളൊക്കെ കയറ്റി പോകുന്ന ബോട്ട്, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. കേസ് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണം. ജങ്കാറ് ജങ്കാറ് ആ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ജങ്കാറ് എറണാകുളത്ത് നിന്നല്ല, ഗോവയെന്നാണ് കയറിയത്. പിന്നെ ഞാൻ കയറിയ ബോട്ട് ഏതാ? പിന്നെ മുറിഞ്ഞിമാടുള്ള ബോട്ടിൽ കയറിയാണ് ഒരു ആൽബത്തിന്റെ ഷൂട്ടിന്. തക പൊന്നിന് പൂക്കാലം. അവിടെ അതിൽ കയറിയാണ്. പിന്നെ ഞാൻ കയറിയ ബോട്ട് ഏതാണെന്നറിയാവോ? പിന്നെ ഞാൻ ബോട്ട് കയറിയില്ല കേസ്. ഈ ബോട്ടിലാ പിന്നെ കയറുന്നെന്ന് തോന്നുന്നുണ്ട്. എവിടെ കാക്കവിടെ എന്താ കണ്ണ്, അന്റെ കണ്ണ് നീർക്കാക്ക. ആ മരം കുത്തി അതിനെ കൂടി കണ്ടല്ലോ അല്ലേ? മരം കൊത്തിയോ? നീർക്കാക്കല്ലേ? ആ കുറ്റിമേല കണ്ടല്ലോ. നല്ല ശാന്തസുന്ദര ക്ലൈമറ്റ്. ഒരു 5 കൊല്ലം മുന്നേ വരെ പാലത്തിൻ്റെ അക്കരയായാലും ഇക്കരയായാലും ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പാലം ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് അവർ യാത്രയ്ക്ക് വേണ്ടിയിട്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് ബോട്ടുകളായിരുന്നു. അന്നത്തെ ബോട്ട് എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് ചെറിയ ബോട്ടൊന്നുമല്ല, കുറച്ച് വലിയ ബോട്ടാണ്.
അതായത് ചെറിയ ചെറിയ വാഹനങ്ങൾ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ബോട്ടുകളായിരുന്നു. ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഏട്ടനും ചേച്ചിയും പിന്നെ ഇവിടെയുള്ള ഫാമിലിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അറിവാണ് എനിക്ക്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3.5 കൊല്ലമായി. ഞങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിക്കുന്നത്. നേരെ അപ്പുറത്തൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ ഉദ്ഘാടനം ഏകദേശം ഞങ്ങളെ കല്യാണത്തിൻ്റെ സമയത്തായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെ കല്യാണത്തിന് ആ പാലത്തിൽ കൂടിയായിരുന്നു ഗുരുവായൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും യാത്രാ സൗകര്യം മാത്രമല്ല ഈ പാലം വന്നതോടുകൂടി മെച്ചപ്പെട്ടിട്ടുള്ളത്. ഈ പുഴയുടെ അക്കരെ ഇക്കരെയുള്ളവർ തമ്മിലുള്ള ബോണ്ടിങ് ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ നല്ല വൈബാണ്. അക്കരെ ഇക്കരെയുള്ളവരൊക്കെ ഈ പാലത്തിലുണ്ടാവും. ഇത് കുറേ ദൂരം പോകുന്നുണ്ട്. നിങ്ങൾ മുക്ക ഏരിയയിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കുളിമാട് ഏരിയയിലൊക്കെ പെട്ടെന്ന് വന്നു പോകാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. കൂളിമാട് പാലത്തിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. ഈവനിങ് ഈ ടൈമിലൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഉണ്ടാവും ഇവിടെ. അടിപൊളിയാണ് ഗൈസ്. നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഭയങ്കര രസമാണ്. വെയിലൊന്നും ഇല്ലല്ലോ, നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റ് ആണ്, നല്ല വൈകുന്നേരം നേരമാണ്. അപ്പൊ ഇതിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. ഈ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ആകുമ്പോ ഒന്നുകൂടെ വൈബായി. ആ വന്ന ആ വഴിയിലുള്ള വെള്ളം കണ്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട്. വീണ പുലിലേക്കാണ്. ഞാനിത് എവിടെ ഒരുമിച്ച് ഞാൻ ഇറങ്ങിയിട്ട് ഊരി തരാട്ടോ. ഈ സമയത്ത് അത് വേണം. സൂര്യ നമ്പർ നമ്പറാണ്. അടിപൊളി. സത്യം പറഞ്ഞാലേ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലീൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ ഈവനിങ് ഒക്കെ ജസ്റ്റ് സൊറയും പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ടോ. പക്ഷെ നമ്മളത് കാണാത്തതിൻ്റെ പ്രശ്നമാണ്. അതിന് നമ്മൾ ഒരുപാട് ദൂരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം അത് കണ്ടില്ലേ, നമ്മളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് നല്ല വൈബ് കിട്ടുന്ന സ്ഥലങ്ങൾ. പിന്നെ ഞങ്ങൾ എന്തിനു വന്നത്, ഒരു മേജിക് കാണിച്ചു തരട്ടെ. ഓക്കെ, എങ്ങനെയുണ്ട്? എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന്. അതെ ഗെയ്സ്, കൂളിമാടുള്ള അബൂഖാൻ്റെ ചായക്കടയിലാണേ. നമ്മളുടെ സ്ഥിരം നല്ല ലൈവ് പൊറാട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. പറഞ്ഞു തീരുമ്പോൾ തന്നെ അതേ സാധനം വന്നു. ആ പൊറാട്ട കണ്ടാൽ തന്നെ അറിയാലോ നല്ല കിടിലം പൊറാട്ടയായിരിക്കുന്നു. പക്ഷെ എന്നത്തെക്കാൾ ഈ പൊറാട്ട കുറച്ചും കൂടെ ടൈറ്റ് ആയിരുന്നു അന്ന്. അതായത് കുറച്ചും കൂടെ ഒരു കട്ടിയായിരുന്നു അന്ന്. പക്ഷേ കറികളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പ്ലേറ്റ് കടായി ചിക്കൻ ഓർഡർ ചെയ്തു. കാരണം അവിടുത്തെ സ്പെഷ്യൽ കടായി ചിക്കനാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്നുള്ള ഒരു ടേസ്റ്റ് കടായിക്ക് അന്ന് ഇല്ലായിരുന്നു. എന്താണെന്നറിയില്ല, ഓരോ ദിവസം പോകുമ്പോൾ ഇപ്പോൾ ഓരോ സ്വാദാണല്ലോ. പണ്ടൊക്കെ അവരുടെ ഒരു അവിടുത്തെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അത് അവർ തരുന്നൊരു പ്രോമിസ് ആയിരുന്നു. കാരണം കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇപ്പോൾ ഓരോ ദിവസം ഓരോ ടേസ്റ്റാടോ. പിന്നെ ഞങ്ങൾ കൂന്തള് പറഞ്ഞു, ചെമ്മീൻ പറഞ്ഞു, ബീഫ് പറഞ്ഞു. അങ്ങനെ പുര നിറഞ്ഞു എന്ന് പറയുന്നത് പോലെ ടേബിൾ നിറഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അറ്റാക്ക്. ആഹാ, എന്തെങ്കിലും തിന്നാൻ കിട്ടുമ്പോൾ എൻ്റെ മുഖത്തുള്ളൊരു സന്തോഷം നോക്കിയേ. വേറെ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ സന്തോഷം എൻ്റെ മുഖത്ത് കാണലുണ്ടോ? ഫുഡാണ് ജീവിതം, ജീവിതമാണ് ഫുഡ്. അതാവണം നമ്മുടെ മുദ്രാവാക്യം. 1.25 കഷ്ണം പൊറോട്ട അകത്താക്കി. അപ്പം നിങ്ങൾ വിചാരിക്കും, ആ 1/4 കഷ്ണം പൊറോട്ട എന്താ കഴിക്കാത്തത്?
അത് കഴിക്കാത്തതാ ഇതിനാണ് കേട്ടോ. വേറൊന്നിനല്ല ഗൈസ്, നമ്മുടെ പായസം കുടിക്കാൻ കൂളിമാടുള്ള എൻ്റെ സ്ഥിരം സ്പോട്ടെന്ന് ഇവിടുത്തെ കൂൾ പായസം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ പായസം ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എല്ലാ സൈസ് ഫ്ലേവറും ഓരോ ദിവസം ഓരോ ഫ്ലേവറാണ് ഉണ്ടാവുക. അന്നുണ്ടായിരുന്നത് പൈനാപ്പിളാണ്. ഓഫ്കോഴ്സ് പൈനാപ്പിൾ നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് അവരുടെ മിക്സഡ് ഫ്രൂട്ട് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഗൈസ്. തലേ ദിവസം പോയപ്പോൾ ഇന്ന് മിക്സഡ് ഫ്രൂട്ട് ആയിരിക്കും അല്ലെങ്കിൽ പൈനാപ്പിൾ ആയിരിക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. പക്ഷേ എൻ്റെ യോഗം പൈനാപ്പിൾ കുടിക്കാനാണ്. ഇനി എന്തെങ്കിലും മിക്സഡ് ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ പോയി കുടിക്കാം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നല്ല കിടിലനായിരുന്നു. നമുക്ക് ആ പൈനാപ്പിളൊക്കെ കടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആഹാ എന്തായാലും ആ കഷ്ണം പൊറാട്ട കഴിക്കാത്തത് വേസ്റ്റ് ആയില്ല. ഇത് കുടിക്കാൻ പറ്റിയല്ലോ. വേറെ എന്തെങ്കിലും കൂടെ കുത്തിക്കയറ്റണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വയറിലൊരു തുള്ളി സ്ഥലം ഇല്ലാതായിപ്പോയി ഗേസ്. ഇപ്പോൾ തോന്നുന്നു 1.5 കഷ്ണം പൊറാട്ട കഴിച്ചാൽ മതിയായിരുന്നു എന്ന്. എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും കൂടെ കഴിക്കായിരുന്നല്ലോ. അപ്പോൾ ഗേസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.